ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമിസ്റ്റർ ബികോം BBAയിലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ 4ാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. കഴിഞ്ഞ 3 ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 4ാമത്തെ ചാപ്റ്റർ പെർഫോമൻസ് അപ്രൈസൽ എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് എന്താണ് പെർഫോമൻസ് അപ്രൈസൽ എന്നുള്ളത് നിങ്ങൾ ആദ്യം പഠിക്കണം. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപ്ലോയിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് അസസിങ്, സമ്മറൈസിങ് ആൻഡ് ഡെവലപ്പിംഗ് വർക്ക് പെർഫോമൻസ് ഓഫ് എംപ്ലോയി. അപ്പോൾ പെർഫോമൻസ് അപ്രൈസൽ എന്താണെന്നുള്ളത് നിർബന്ധമായിട്ടും പഠിക്കാം. ഇനി പെർഫോമൻസ് അപ്രൈസിൽ നിന്ന് ചോദിക്കുന്ന ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് മെറിറ്റ് റേറ്റിംഗ്. അപ്പോൾ മെറിറ്റ് റേറ്റിംഗ് എന്താണെന്നുള്ളത് നിർബന്ധമായിട്ടും പഠിക്കുക. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ പെർഫോമൻസ് അപ്രൈസലിൻ്റെ ഒബ്ജക്റ്റീവ്സ്. എന്തിനാണ് പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്നത്? ഈ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ എന്ന് വെച്ചാൽ നമ്മൾ അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓരോ എംപ്ലോയീസും അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്നതോട് കൂടിയിട്ട് എംപ്ലോയീസ് അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രദ്ധിക്കും. ദെൻ ഐഡൻറ്റിഫൈ ദ പൊട്ടൻഷ്യാലിറ്റി ഓഫ് എംപ്ലോയീസിൻ്റെ പൊട്ടൻഷ്യാലിറ്റിയും സ്കില്ലും നോളജൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ഈ പെർഫോമൻസ് അപ്രൈസലിലൂടെ. പിന്നെ ഈ പെർഫോമൻസ് അപ്രൈസലിൻ്റെ പ്രോസസ്സ് എന്താണ് എന്നുള്ളത് നോക്കാം. ഒരു 5-6 പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാം. ഇപ്പോൾ പോയിൻറ്റ്സ് പറയുകയാണെങ്കിൽ ആദ്യം നമ്മളൊരു ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമൈൻ ചെയ്യുക. ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്. ഒരു ഇത്ര രീതിയിൽ പെർഫോം ചെയ്യണം എന്നുള്ളത് ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാം. ദെൻ ആ സ്റ്റാൻഡേർഡ് ഇത്ര രീതിയിൽ ഇന്ന രീതിയിൽ ജോലി ചെയ്യണം, ആ സ്റ്റാൻഡേർഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എംപ്ലോയീസുമായിട്ട്. ദെൻ മെഷർ ചെയ്യുക. അതെന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പെർഫോമൻസ് മെഷർ ചെയ്യുക. എന്നിട്ട് കമ്പയർ ചെയ്യുക ഇവരുടെ ആക്ച്വലായിട്ടുള്ള ഇപ്പോൾ ചെയ്തിട്ടുള്ള പെർഫോമൻസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റാൻഡേർഡും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ അതിന് ഡിസ്കഷൻ ചെയ്യുക. അതിനെന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാം, നികത്താം. ഓക്കെ, ഇനി നമ്മൾ ആ പെർഫോമൻസ് അപ്രൈസലിൽ നിന്ന് നെക്സ്റ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് മെത്തേഡ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. അതിൽ ട്രഡീഷണൽ മെത്തേഡ്സ് ഉണ്ട്, മോഡേൺ മെത്തേഡ്സ് ഉണ്ട്. ട്രഡീഷണൽ മെത്തേഡ്സിലാണ് റാങ്കിങ് മെത്തേഡ്, പയേർഡ് കമ്പാരിസൺ മെത്തേഡ്, ഗ്രാഫിക് മെത്തേഡ്, ഗ്രാഫിക് റേറ്റിംഗ് സ്കെയില്, ചെക്ക് ലിസ്റ്റ് മെത്തേഡ്, ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, ക്രിറ്റിക്കൽ ഇൻസിഡൻറ്റ് മെത്തേഡ്, ഫീൽഡ് ഇൻ്റർവ്യൂ മെത്തേഡ് എന്നായിട്ട് ഒരുപാട് മെത്തേഡ്സ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ട്രഡീഷണൽ മെത്തേഡും മോഡേൺ മെത്തേഡും തമ്മിൽ ക്ലാസിഫൈ ചെയ്ത് പഠിക്കേണ്ട. മൊത്തത്തിൽ എന്ത് ചെയ്യുക, എല്ലാ മെത്തേഡ്സും കൂടി എഴുതുക. ഓക്കെ, പിന്നെ അടുത്തതാണ് ഈ അസസ്മെൻറ്റ് സെൻറ്റർ. എന്താണ് മെത്തേഡ്സ് ഓഫ് ഈ പെർഫോമൻസ് അപ്രൈസിൽ പെട്ടതാണ് ഈ അസസ്മെൻറ്റ് സെൻറ്ററൊക്കെ. അസസ്മെൻറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ എല്ലാ എംപ്ലോയീസും, ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ഉണ്ടാകും. അവരെല്ലാവരും ഒരു സെൻട്രൽ ലൊക്കേഷനിൽ ഒരുമിച്ച് കൂടുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, ഒരു അസൈൻമെൻറ്റ്, ഏതെങ്കിലും അസൈൻമെൻറ്റ് എല്ലാവരും കൂടി എടുക്കുന്നു. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുക, എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് അപ്രൈസൽ നടത്തണം എന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിനെ ഒരു സെൻട്രൽ ലൊക്കേഷനിൽ, ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ കൊടുത്തിട്ട് അവർക്ക് എന്ത് ചെയ്യുക, വർക്ക് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് അസസ്മെൻറ്റ് സെൻറ്റർ. അതേപോലെ തന്നെ ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ ഉണ്ട്. ഹാലോ എഫക്റ്റ് എന്താണെന്നുള്ളത് നിർബന്ധമായിട്ടും പഠിക്കാം. പിന്നെ നെക്സ്റ്റ് ആണ് ഇത് ഈ MBO എന്താണെന്ന്, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത്. ഇപ്പോൾ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുക. അതെങ്ങനെ, ഇൻഡിവിജ്വൽ വൈസിലും ഓർഗനൈസേഷൻ വൈസിലും മാനേജ്മെൻറ്റ് വൈസിലും എല്ലാ രീതിയിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരുന്നതിനെയാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ടേമാണ് ബാർസ്. എന്ന് പറയുമ്പോൾ ബിഹേവിയറൽ ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ ഫോം ഒന്ന് ചെയ്യാൻ പഠിക്കുക. ഇതൊക്കെ ഈ മെത്തേഡ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസിൽ പെട്ടതാണ്. ബാർസ്, അസസ്മെൻറ്റ് സെൻറ്റർ, ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ. നെക്സ്റ്റ് ഹാലോ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പെർഫോമൻസ് അപ്രൈസലിൻ്റെ ഒരു ലിമിറ്റേഷൻ ആണ്. ഇപ്പോൾ ഒരു എംപ്ലോയി എല്ലാ ഏരിയയിലും അല്ലെങ്കിൽ ഒട്ടുമിക്ക ഏരിയയിലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ഏതെങ്കിലും 1-2 ഏരിയയിൽ വീക്ക് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണെങ്കിൽ
അപ്പോൾ നമ്മൾ പെർഫോം ചെയ്യുന്നത് ചിലപ്പോൾ ആ വീക്കായിട്ടുള്ള ഏരിയ ആകും. ഓക്കെ. അങ്ങനെ ആ ഒരു പർട്ടിക്കുലർ പെർഫോമൻസിൻ്റെ ബേസിസിൽ ആ എംപ്ലോയീനെ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു? ഇവാലുവേറ്റ് ചെയ്യുന്നു. പെർഫോമൻസ് ചെയ്യുന്നു. അപ്രൈസൽ ചെയ്യുന്നു. അതിനെയാണ് ഹാലോ എഫക്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ വീക്ക് ആയതുകൊണ്ട് മൊത്തത്തിൽ അയാൾ വീക്കാണ് എന്നുള്ള രീതിയിലേക്ക് പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്നതിനെയാണ് ഹാലോ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ലിമിറ്റേഷൻ ആണ്. പിന്നെ അടുത്തൊരു ടോപ്പിക്കാണ് കരിയർ ഡെവലപ്മെൻറ്റ്, കരിയർ പ്ലാനിങ് എന്നുള്ളത്. അപ്പോൾ കരിയർ പ്ലാനിങ് എന്താണെന്നും കരിയർ ഡെവലപ്മെൻറ്റ് എന്താണെന്നുള്ളത് പഠിക്കുക. അതേപോലെ അതിൽ വരുന്നൊരു ടേമാണ് മെൻറ്ററിങ് എന്നുള്ളത്. മെൻറ്ററിങ് അല്ലേ, നമ്മൾ ഒരു എന്താ പറയുക, ഒരാൾക്ക് സജഷൻ കൊടുക്കുക അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനെയാണ് മെൻറ്ററിങ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ HRMൽ മെൻറ്ററിങ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി പോവുക. ഓക്കെ. അപ്പോൾ ഇതാണ് ഈ 4th ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളതായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇതിൽ ഒരുപാട് ടേം ഉണ്ട്. ഈ പെർഫോമൻസ് അപ്രൈസലിൻ്റെ മെത്തേഡ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കുക. ഓക്കെ. ഇത് അത്യാവശ്യം വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ 2, 3, 4 ചാപ്റ്ററുകൾ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ ഡിസ്കഷൻ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സി നെക്സ്റ്റ് ക്ലാസ്.